ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാഷക്കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന ഡിസംബർ 4 ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റ് രണ്ട് ടൈപ്പിലാണ് വിളിച്ചേക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുകൂടാതെ KRFEDലേക്കുമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വിളിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു വ്യൂ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ നമ്മൾ ആദ്യം വിളിച്ചേക്കുന്നത് ശ്രദ്ധിക്കുക, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 55,200 തൊട്ട് 1,15,300 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി പറഞ്ഞേക്കുന്നത് 3 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 36 വരെയാണ്. 18 തൊട്ട് 36 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് പറ്റി നമുക്ക് പറയാം. അടുത്തത് കാറ്റഗറി നമ്പർ 242 2024 ഡിപ്പാർട്ട്മെന്റ് KRFEDലേക്കാണ് വിളിച്ചേക്കുന്നത്. അതും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 തൊട്ട് 56,700 വരെ. അവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി എന്ന് വെച്ചാൽ 2 വേക്കൻസിയാണ്. അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MCA അല്ലെങ്കിൽ BTech പഠിച്ചിരിക്കണം, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, അതുപോലെ MSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പം 3 ആൾക്കാർക്കാണ് അയക്കാൻ പറ്റുന്നത്. MCA വേണം, അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT വേണം, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് വേണം. ഇത് നമ്മൾ കഴിഞ്ഞ തവണത്തെ പോസ്റ്റിനെ പറ്റി പറഞ്ഞ് കഴിഞ്ഞ തവണ പ്രോഗ്രാമർ യൂണിവേഴ്സിറ്റീസ് കേരള വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,500 തൊട്ട് 83,000 വരെയാണ്. അന്ന് റിപ്പോർട്ട് ചെയ്ത നമ്പർ ഓഫ് വേക്കൻസി 1 വേക്കൻസി ആയിരുന്നു. പക്ഷെ അവിടെ നമ്മൾ നോക്കുക, 1 വേക്കൻസിയിൽ നിന്നും ടോട്ടൽ അഡ്വൈസ് 17/4/2024 വെച്ച് നോക്കുമ്പോൾ 17/4/2024 വെച്ച് നോക്കുമ്പോൾ എത്ര 27 പേർക്ക് കേരള PSC നിയമന ശുപാർശ നൽകുകയുണ്ടായി. ടോട്ടൽ 27 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് കിട്ടിയത്. ഇനി പ്രോഗ്രാമിന്റെ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ മാത്സും അതേപോലെ കമ്പ്യൂട്ടർ ഓറിയന്റഡ് സബ്ജക്റ്റുമാണ് സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ്ട് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിക്സ് ഇതിനകത്ത് നിന്ന് ടോട്ടൽ 12 മാർക്കാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടോട്ടൽ 14 മാർക്കാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് C എന്ന് പറഞ്ഞാൽ 12 മാർക്കാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++, ജാവ എത്രയാണ് 12 മാർക്കാണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്കാണ്. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് എത്ര 12 മാർക്കാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വാസ്റ്റായിട്ട് സിലബസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇത്രയും ടോപ്പിക്കാണ് വന്നേക്കുന്നത്. അതിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ കുറേ ഉണ്ട്. പ്രോബബിലിറ്റി ഉണ്ട്, സെറ്റ് ഉണ്ട്, ബൈനറി റിലേഷൻ ഉണ്ട്, പാർഷ്യൽ ഓർഡേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്. അതുപോലെ ടോട്ടൽ നോക്കുക. അടുത്ത കമ്പ്യൂട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്ന. ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ് ആണ്. അതിനകത്ത് മൈക്രോ പ്രോസസ്സർ ഉണ്ട്, അതാണ്ട് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ഉണ്ട്. അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ, അതുകൂടാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇത്രയാണ് സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മൾ ഇതിന്റെ ആദ്യത്തെ ബാച്ച് 100ലധികം സ്റ്റുഡൻസുമായി ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് നമ്മൾ ഡിസംബർ 4 ബുധനാഴ്ച നമ്മൾ ആരംഭിക്കുന്നത്. വളരെ തുച്ഛമായ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ ഫീസാണ്. വെറും 2,500 രൂപയാണ് നമ്മുടെ ഫീസായിട്ട് വരുന്നത്. 2,500 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. നമുക്ക് ഓരോ വീക്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടോപ്പിക്ക് തരും. ആ ടോപ്പിക് അടിസ്ഥാനമാക്കിയുള്ള എക്സാംസ് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് അതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നമ്മൾ എക്സാം നടത്തുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും. അത് ലൈവ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഡിസംബർ 4 രണ്ടാമത്തെ ബാച്ച് തുടങ്ങുന്നതിന് മുമ്പായി ഡിസംബർ 2 തീയതി തിങ്കളാഴ്ച നമ്മളൊരു ഫ്രീ വെബിനാർ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ വെബിനാർ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി
താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാണും. ആ ലിങ്ക് വഴി വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.